എസ് ശ്രീജിത്ത് IPSന്റെ അന്വേഷണ നാൾ വഴികൾ. 1968 ജനിച്ച എസ് ശ്രീജിത്ത് IPS കേരള പോലീസിൽ നിരവധി മുതിർന്ന അന്വേഷണ നേതൃത്വപരമായ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. അതിൽ ഇൻസ്പെക്ടർ ജനറൽ, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, നിലവിൽ ജയിൽ ആൻഡ് കറക്ഷണൽ സർവീസസ് ഡയറക്ടർ ജനറൽ എന്നിവ ഉൾപ്പെടുന്നു. ക്രൈംബ്രാഞ്ചിൽ പോലീസ് സൂപ്രണ്ട്, ഇൻസ്പെക്ടർ ജനറൽ, അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് എന്നീ നിലകളിൽ നിരവധി ഉന്നത ക്രിമിനൽ അന്വേഷണങ്ങൾ, പ്രത്യേക അന്വേഷണ സംഘങ്ങൾ, ഉയർന്ന തലത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് നേതൃത്വം നൽകിയിട്ടുള്ള അദ്ദേഹം കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാളാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രധാന അന്വേഷണങ്ങളിലൊന്നാണ് 2017 നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസ്. ക്രൈംബ്രാഞ്ചിന്റെ തലവൻ എന്ന നിലയിൽ നടൻ ദിലീപ് ഉൾപ്പെട്ട 2017 നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിന്റെ രണ്ടാം ഘട്ട അന്വേഷണത്തിന് അദ്ദേഹം മേൽനോട്ടം വഹിച്ചു. ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കൽ, സാക്ഷികളെ നശിപ്പിക്കൽ, അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ പ്രതികൾ ഗൂഢാലോചന നടത്തിയതായി ആരോപിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട നിർണായക ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ സംഘം അന്വേഷിച്ചു. മോൺസൺ മാവുങ്കൽ കേസ് മറ്റൊന്ന്. വ്യാജ ചരിത്രപരമായ പുരാവസ്തുക്കൾ വിറ്റ് പ്രമുഖ ബിസിനസ്സുകാരിൽ നിന്നും രാഷ്ട്രീയക്കാരിൽ നിന്നും ഉന്നത വ്യക്തികളിൽ നിന്നും കോടിക്കണക്കിന് രൂപ കബളിപ്പിച്ച മോൺസൺ മാവുങ്കലിനെ കുറിച്ചുള്ള അന്വേഷണം ശ്രീജിത്ത് മേൽനോട്ടം വഹിച്ചു. അന്വേഷണം വ്യാപകമായ സാമ്പത്തിക വഞ്ചനയും വ്യാജരേഖ ചമയ്ക്കലും തുറന്നുകാട്ടി. കണ്ണൂരിൽ പോലീസ് സൂപ്രണ്ടായിരിക്കെ എസ് ശ്രീജിത്ത് കണ്ണൂർ സ്ക്വാഡ് എന്ന പേരിൽ ഒരു പ്രത്യേക ദ്രുത പ്രതികരണ മൊബൈൽ ക്രൈം ഡിറ്റക്ഷൻ ടീം സ്ഥാപിച്ചു. സങ്കീർണമായ അന്തർ സംസ്ഥാന കുറ്റകൃത്യങ്ങൾ പരിഹരിക്കുന്നതിനും ഒന്നിലധികം സംസ്ഥാനങ്ങളിലായി ഒളിച്ചോടിയവരെ കണ്ടെത്തുന്നതിനും ഉയർന്ന അപകട സാധ്യതയുള്ള പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ഈ സ്ക്വാഡ് സംസ്ഥാനമെമ്പാടും പ്രശസ്തി നേടി. മമ്മൂട്ടി അഭിനയിച്ച 2023 ഹിറ്റ് മലയാളം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രമായ കണ്ണൂർ സ്ക്വാഡിന് പ്രചോദനമായത് ഈ യഥാർത്ഥ ജീവിത സംഘമാണ്. പാലത്തായി മൈനർ പീഡന കേസ് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിവാദം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അന്വേഷണം എസ് ശ്രീജിത്തിന്റെ കീഴിലുള്ള ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റി. കുറ്റാരോപിതനായ അധ്യാപകനെതിരെ IPC, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്നിവ പ്രകാരം അദ്ദേഹത്തിന്റെ സംഘം പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ചു. അതേസമയം പോക്സോ പ്രകാരം അധിക കുറ്റങ്ങൾ ചുമത്തിയതിന് ഫോറൻസിക് അന്വേഷണം തുടരുന്നു. വരാപ്പുഴയിൽ ശ്രീജിത്ത് എന്ന 28 വയസ്സുള്ള യുവാവിന്റെ കസ്റ്റഡി മരണത്തെക്കുറിച്ചുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മേൽനോട്ടം എസ് ശ്രീജിത്താണ് വഹിച്ചത്. ഈ അന്വേഷണത്തിൽ റൂറൽ ടൈഗർ ഫോഴ്സിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടിയും ക്രിമിനൽ കുറ്റങ്ങളും ചുമത്തി. വാളയാർ സഹോദരിമാരുടെ മരണം മറ്റൊരു പ്രധാന കേസായിരുന്നു. വ്യാപകമായ പൊതുജന ആശങ്കയ്ക്കും ഹൈക്കോടതിയുടെ സൂക്ഷ്മ പരിശോധനയ്ക്കും ശേഷം വാളയാറിലെ 2 പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരുടെ വിവാദ മരണം പുനരന്വേഷിച്ച ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന് അദ്ദേഹം നേതൃത്വം നൽകി. ഉന്നത ക്രൈംബ്രാഞ്ച് അന്വേഷണങ്ങൾക്കും അദ്ദേഹത്തിന്റെ മേൽനോട്ടമുണ്ടായിരുന്നു. ഇൻസ്പെക്ടർ ജനറൽ ആയിരുന്ന കാലത്ത് കേരള ക്രൈംബ്രാഞ്ച് കൈകാര്യം ചെയ്ത നിരവധി പ്രധാന കൊലപാതകങ്ങൾ, ലൈംഗികാതിക്രമങ്ങൾ, സംഘടിത കുറ്റകൃത്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾക്ക് അദ്ദേഹം മേൽനോട്ടം വഹിച്ചു. പിന്നെ സൈബർ കുറ്റകൃത്യങ്ങളും കുട്ടികളുടെ ലൈംഗിക പീഡന മെറ്റീരിയൽ അന്വേഷണങ്ങളും. ADGP എന്ന നിലയിൽ പ്രത്യേക പരിശീലനത്തിലൂടെയും ഇരകളെ തിരിച്ചറിയൽ പരിപാടികളിലൂടെയും ഓൺലൈനിൽ കുട്ടികളെ ചൂഷണം ചെയ്യുന്നതിനും സൈബർ കുറ്റകൃത്യങ്ങൾക്കുമെതിരായ അന്വേഷണം ശക്തിപ്പെടുത്തുന്നതിനുള്ള സംരംഭങ്ങൾക്ക് അദ്ദേഹം മേൽനോട്ടം വഹിച്ചു. എസ് ശ്രീജിത്ത് ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമല്ല, കർണാടക സംഗീതത്തിൽ നല്ല പരിജ്ഞാനമുള്ള ഒരു ഗായകനും കൂടിയാണ്. ഗുരുവായൂർ, ആറ്റുകാൽ ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെ അദ്ദേഹം നിരവധി സംഗീത സദസ്സുകളിൽ ഭക്തിഗാനങ്ങളും കർണാടക സംഗീതവും അവതരിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം സിവിൽ സർവീസിന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് പ്രചോദനം നൽകുന്ന ക്ലാസുകൾ കൈകാര്യം ചെയ്യാനും അദ്ദേഹം സമയം കണ്ടെത്തുന്നു. ഭാവിയിൽ കേരള ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പരിഗണിച്ചേക്കാം. എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി H. നൂറുദ്ദീൻ.